ഇടുക്കി കുരുവിക്കാനത്ത് വീടിന് സമീപം അപകടകരമാം വിധം സ്വകാര്യ കമ്പനി മൊബൈൽ ടവർ നിർമ്മിക്കുന്നതായി പരാതി. കുരുവിക്കാനം കാറ്റാടി പാടത്ത് സമീപം താമസിക്കുന്ന ഗോപിനാഥനും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. നിർമ്മാണം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന പ്രദേശമാണ് രാമക്കൽമേടിന് സമീപത്തെ കുരുവിക്കാനം. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടി യന്ത്രങ്ങളുടെ ഭാഗങ്ങളടക്കം പലപ്പോഴും അടർന്നു വീണിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ നിർമ്മാണം നടക്കുന്നത്. ആശാരിപ്പറമ്പിൽ ഗോപിനാഥന്റെ വീടിന് 20 മീറ്റർ മാത്രം മാറിയാണ് നിർമ്മാണ പ്രവൃത്തി. അതിശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ വലിയ മൊബൈൽ ടവർ വീടിന് സമീപം സ്ഥാപിച്ചാൽ അത് ഭാവിയിൽ അപകടത്തിന് കാരണമാകുമെന്നാണ് ഗോപിനാഥൻ പറയുന്നത്. എന്റെ വീടിന് ഭീഷണിയാ. ഒന്നാമതായിട്ട് ഇവരോട് 100 മീറ്റർ അകലെ ഇത് വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിലെ വയ്യാത്ത 2 പിള്ളേരുണ്ട്. അവര് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൊക്കെ ഇരിക്കുന്നവരാ. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഇതിന്റെ റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിവിടെ വെക്കാൻ പാടില്ല. ഇതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭീഷണിയാണ്. റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും മേഖല സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെടുവാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഇതിനുകൊണ്ട് പരാതി വില്ലേജിൽ കൊണ്ടുകൊടുത്തു, പഞ്ചായത്തിൽ കൊണ്ടുകൊടുത്തു. ഇന്നലെയും കയറി ഇറങ്ങി നടന്നിട്ട് ഒരു രക്ഷയില്ല. അവര് എല്ലായിടത്തും കൈക്കൂലിയും വാങ്ങിച്ചിട്ടുള്ള പരിപാടികളാണ്. നമുക്കിതുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല. പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവർക്കറിയത്തില്ല, വില്ലേജ് ചെല്ലുമ്പോൾ അവർക്കറിയത്തില്ല. ടവർ ഏത് കാരണവശാലും ഇവിടുത്തെ കാറ്റിന് തൊടിഞ്ഞു വീഴും. ഇത് എന്റെ മക്കളും പിള്ളേരും ഇതിലെ എപ്പോഴും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. എന്റെ വീടിന്റെ മണ്ടയിലോട്ട് അതിൽ നിന്ന് ഒരു സാധനം വീണാൽ എന്റെ മുറ്റത്തെ വന്ന് വീഴത്തുള്ളൂ. നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര ഭീഷണിയാണ്. കൊമേഴ്സ്യൽ നിർമ്മിതികൾക്ക് അനുമതിയില്ലാത്ത എൽഎ പട്ടയ ഭൂമിയിലാണ് അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. അതേസമയം അപകടകരമായ സാഹചര്യം മേഖലയിലില്ലെന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നവർ അവകാശപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.